നമസ്കാരം. മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ട്വിസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. BJP സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ മുഴുവനായിട്ട് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതോടുകൂടി മണിപ്പൂരിൽ BJP പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം മണിപ്പൂരിൽ BJP തകർന്ന് തരിപ്പണമായി എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടുത്തെ മുഖ്യമന്ത്രി ബീരൻ സിംഗിൻ്റെ രാജി കൊണ്ട് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ശത്രുതയെ തുടർന്ന് നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത കലാപവും അതെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതിൽ പൂർണ്ണമായിട്ടും അമ്പെ പരാജയപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പടിയിറക്കം സൂചിപ്പിക്കുന്നത്. ഒടുവിൽ ഒരു വഴിയുമില്ലാതെ മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. കാരണം കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുകയും സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന് ഉറപ്പായതോടെയാണ് അടിയന്തരമായി തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് നിരവധിയായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ബീരൻ സിംഗ് രാജിക്കത്ത് സമർപ്പിച്ചത്. ഇപ്പോഴിതാ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം വരെ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇത് നരേന്ദ്രമോദിക്കും BJPക്കും കിട്ടിയിരിക്കുന്ന കടുത്ത തിരിച്ചടി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. മാത്രമല്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പ് അത് മണിപ്പൂരിൽ ഉണ്ടായാൽ അവിടെ BJPയെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണ പരാജയം തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്ന കാര്യവും ഉറപ്പാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ കലാപ സമയത്ത് അവിടെ ഒരു തവണ പോലും സന്ദർശിക്കുകയോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ BJP സർക്കാരിൻ്റെ നിലപാടിനോട് സഖ്യകക്ഷികൾക്ക് തന്നെ എതിർപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇത് കൂടാതെ തന്നെ 12ഓളം BJP MLA-മാർ തന്നെ നേതൃമാറ്റത്തിനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. മാത്രമല്ല, സ്പീക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ പോലും വലിയ രീതിയിലുള്ള ഭിന്നതകളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഈ MLA-മാർ പാർട്ടിക്ക് എതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പായതോടുകൂടി അവിടെ ആ സർക്കാർ വീഴുമെന്ന് തന്നെ BJP ഉറപ്പിക്കുകയായിരുന്നു. മണിപ്പൂരിൽ ഒരു അവിശ്വാസ പ്രമേയം പാസ്സായാൽ അത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ രാജി പുറത്തു വരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും BJP മണിപ്പൂരിനോട് കാണിച്ച അവഗണനയ്ക്കും ചതിക്കുമുള്ള പരിഹാരം ആകുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തത് BJPയോടുള്ള മണിപ്പൂരുകാരുടെ പ്രതിഷേധം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. എന്തുതന്നെ ആയാലും ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം BJP മുഖ്യമന്ത്രി കോൺഗ്രസിനെ പേടിച്ചോടിയതാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പരിഹസിക്കുന്നത്. ഈ രാജിയിലൂടെ കോൺഗ്രസ് BJP സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന കാര്യം ഇതിനോടകം തന്നെ BJP സംബന്ധിച്ചവർക്ക് മനസ്സിലാവുകയും അതിന് മുന്നോടിയായി സ്വയം രാജിവെച്ച് പോകാമെന്ന നീക്കമാണ് ഇവിടെ BJP നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ നിന്ന് BJPയെ തുടച്ചു മാറ്റിയത് കോൺഗ്രസിൻ്റെ വലിയ നേട്ടം തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരികയും ചെയ്യും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.